ഇപ്പോൾ ഒരു കടയായിക്കോട്ടെ, ഒരു സ്ഥാപനം ആയിക്കോട്ടെ, ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരു സ്ഥലം നോക്കണം, അങ്ങനത്തെ ഉള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിലെങ്ങനെ വാസ്തു പ്രയോജനപ്പെടുത്താം? ഒരുപാട് കോടികൾ മുടക്കി ചെയ്യുന്ന സ്ഥാപനങ്ങളിലും ഒരു 5,000-ഓ 10,000-ഓ മുടക്കി ചെയ്യുന്ന ചെറിയൊരു തട്ടുകടയാണെങ്കിലും വാസ്തു എല്ലാം ഒന്ന് തന്നെയാണ്. ഞാൻ വർക്ക് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമമായിട്ടുള്ളതിൽ ഹോട്ടൽസാണ്. കാരണം ഹോട്ടൽസ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. നമ്മൾ വളരെ വിജയകരമായി തോന്നുന്ന ഹോട്ടലിൽ പോലും ഉള്ളിലോട്ട് പോയി ആ മുതലാളിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പറയാൻ ഒരുപാടുണ്ടാവും. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നല്ല സ്വാദുള്ള ഭക്ഷണം, കുറച്ച് ആൾക്കാർ പോകുന്നു വരുന്നു, വിജയകരമായി പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷെ ധൈര്യമായി ആ മുതലാളി സമീപിച്ച് നിങ്ങൾക്ക് ചോദിക്കാം, അയാൾക്ക് പറയാൻ ഒരുപാട് വിഷമങ്ങളുണ്ടാവും. അതാ വാസ്തു. കാരണം ഹോട്ടലാവുമ്പോഴത്തേക്കും അഗ്നി വീട്ടിനുള്ളിലേക്കാൾ എത്രയോ മടങ്ങ് അധികമാണ് അഗ്നി സാന്നിധ്യം ഹോട്ടലിനുള്ളിൽ, പ്രഷർ സ്റ്റൗ. അപ്പോൾ അവിടെ സ്ഥാനം മാറുകയാണ്. അവിടെ സ്ഥാനം മാറുമ്പം അഗ്നി മൂലം ഉപേക്ഷിച്ചു മറ്റെവിടേക്കോ മൂലയിൽ അവരുടെ അവൈലബിലിറ്റി അനുസരിച്ച് അവർ സ്റ്റൗ വെച്ച് ബിസിനസ് സ്ഥാപനങ്ങളിൽ 2 കാര്യം മാത്രം നോക്കിയാൽ മതി. നിങ്ങൾ പ്രധാന വാതിൽ ഭൂമി നോക്കി നമുക്ക് പറയാൻ പറ്റുമോ ഇന്ന സ്ഥലത്ത് ഇന്ന ബിസിനസ് ചെയ്താൽ നന്നായിരിക്കും? എല്ലാവർക്കും വേണ്ടി നമസ്കാരം. അപ്പം നമ്മളുടെ കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം നമ്മളൊരു വീടിൻ്റെ വാസ്തുശാസ്ത്രമായിരുന്നു നമ്മളെല്ലാം ചോദിച്ചറിഞ്ഞത്. ഇനി നിങ്ങളൊരു കടയോ ഒരു സ്ഥാപനമോ ഇല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതോ അതിൻ്റെ മുതലാളിയോ ആരോ ആയിക്കോട്ടെ, നിങ്ങൾക്കും ഇതിനെ പറ്റിയിട്ടുള്ളൊരു സംശയങ്ങൾ ഉണ്ടാവും. ഞാനിപ്പം പറഞ്ഞത് ശരിയാണോ? എൻ്റെ ഇവിടെ കച്ചവടം നടക്കുമോ? എൻ്റെ ബിസിനസ് വളരുമോ? അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലും ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ആ ചോദ്യങ്ങളും ഞാൻ അതുപോലെ സാറിനോട് ചോദിക്കുകയാണ്. അപ്പോൾ സാറിൻ്റെ ഉത്തരങ്ങൾ നമുക്കിനി കേൾക്കാം. സാർ നമസ്കാരം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളൊക്കെ നമ്മളൊരു വാസ്തുപരമായ വീടിനെ പറ്റിയിട്ടായിരുന്നു. ഇനി അതല്ല, ഇപ്പോൾ ഒരു കടയായിക്കോട്ടെ, ഒരു സ്ഥാപനം ആയിക്കോട്ടെ, ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരു സ്ഥലം നോക്കണം, അങ്ങനത്തെ ഉള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിലെങ്ങനെ വാസ്തു പ്രയോജനപ്പെടുത്താം? തീർച്ചയായും ഒരുപാട് കോടികൾ മുടക്കി ചെയ്യുന്ന സ്ഥാപനങ്ങളിലും ഒരു 5,000-ഓ 10,000-ഓ മുടക്കി ചെയ്യുന്ന ചെറിയൊരു തട്ടുകടയാണെങ്കിലും വാസ്തു എല്ലാം ഒന്ന് തന്നെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ വർക്ക് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമമായിട്ടുള്ളതിൽ ഹോട്ടൽസാണ്. കാരണം ഹോട്ടൽസ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. നമ്മൾ വളരെ വിജയകരമായി തോന്നുന്ന ഹോട്ടലിൽ പോലും ഉള്ളിലോട്ട് പോയി ആ മുതലാളിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പറയാൻ ഒരുപാടുണ്ടാവും. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നല്ല സ്വാദുള്ള ഭക്ഷണം, കുറച്ച് ആൾക്കാർ പോകുന്നു വരുന്നു, വിജയകരമായി പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷെ ധൈര്യമായി ആ മുതലാളി സമീപിച്ച് നിങ്ങൾക്ക് ചോദിക്കാം, അയാൾക്ക് പറയാൻ ഒരുപാട് വിഷമങ്ങളുണ്ടാവും. അതാ വാസ്തു. കാരണം ഹോട്ടലാവുമ്പോഴത്തേക്കും അഗ്നി വീട്ടിനുള്ളിലേക്കാൾ എത്രയോ മടങ്ങ് അധികമാണ് അഗ്നി സാന്നിധ്യം ഹോട്ടലിനുള്ളിൽ, പ്രഷർ സ്റ്റൗ. അപ്പോൾ അവിടെ സ്ഥാനം മാറുകയാണ്. അവിടെ സ്ഥാനം മാറുമ്പം അഗ്നി മൂലം ഉപേക്ഷിച്ചു മറ്റെവിടേക്കോ മൂലയിൽ അവരുടെ അവൈലബിലിറ്റി അനുസരിച്ച് അവർ സ്റ്റൗ വെച്ച് ഹൈ ഫയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അഗ്നി ഭൂതം, അതായത് വാസ്തുവിൽ പറയുന്ന അഗ്നിഭൂതം, പഞ്ചഭൂതങ്ങളിൽ ഒന്നാണല്ലോ നീർ, നിലം, നെരുപ്പ്, ആകാശം, കാറ്റ്, ഇങ്ങനെ 5 ഭൂതങ്ങളാലാണ് ഈ വാസ്തു. അതിൽ അഗ്നിഭൂതം എന്ന അഗ്നി എന്നുള്ളൊരു എലമെന്റ് റിവേഴ്സ് ആവുകയാണ് അവിടെ. ഒന്ന്, അതിലൂടെ അവർ വളരെ ഭീമമായ നഷ്ടങ്ങളും അവരുടെ ജോലിക്കാർക്കായിരുന്നാലും ശരി വീട്ടിനുള്ളിലായിരുന്നാലും അവർ ഏറ്റുവാങ്ങുന്നു. ഒന്ന്. അത് കഴിഞ്ഞിട്ട് മറ്റൊരു കാര്യം, ബിസിനസ് സ്ഥാപനങ്ങളിൽ 2 കാര്യം മാത്രം നോക്കിയാൽ മതി. നിങ്ങൾ പ്രധാന വാതിൽ ഉച്ചഭാഗത്തായിരിക്കണം. ഇരിപ്പിടം കന്നിമൂല ചേർന്ന് വടക്കിലോ കിഴക്കിലോ ദർശനമായിരിക്കണം. പിന്നെയാണെങ്കിൽ നിങ്ങളൊരു കോംപ്ലക്സ് ആണെങ്കിൽ ഇത് 2 നോക്കിയാൽ മതി. ചിലപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഒരു ഗ്രൗണ്ടിനുള്ളിലാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ടോയ്ലറ്റിൻ്റെ സെപ്റ്റി ടാങ്കും കിണറിൻ്റെ സ്രോതസ്സുകൾ നിങ്ങൾ നോക്കണം. അപ്പോൾ ബിസിനസ് സ്ഥാപനത്തിൽ വീടിനെ പോലെ തന്നെയാണ് ബിസിനസ് സ്ഥാപനങ്ങളിൽ നിങ്ങൾ വാസ്തു നോക്കണം. അതിൽ കൂടുതലും ഹോട്ടൽസ്, കാരണം ഡബിൾ കിച്ചനാണ്, ഫ്രണ്ടിലൊരു കിച്ചൺ താഴത്തട്ടി പുറത്തായിരിക്കും. ഇങ്ങനെയുള്ള ചില ഹോട്ടൽസുകളുണ്ട്. ഇവരെല്ലാം അഗ്നി സംബന്ധമായ ശക്തമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ അവർക്ക് അറിയില്ല ഇതിലൂടെയാണ് ഇവർക്കിടയിൽ ബുദ്ധിമുട്ട് നടക്കുന്നു എന്നുള്ളത്. പിന്നെ വാടകയ്ക്ക് ഓരോ സ്ഥാപനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ ലക്ഷങ്ങൾ മുടക്കിയാണ് നിങ്ങൾ ആ സ്ഥാപനം നടത്താൻ പോകുന്നത്. അപ്പം അതിനു മുമ്പ് പ്രകൃതിദത്തമായിട്ടുള്ള ഇത്തരം രഹസ്യങ്ങൾ ഒന്നുകൂടെ അതിന് അനുയോജ്യമായ ആൾക്കാരെ തിരഞ്ഞെടുത്തുകൊണ്ട്, ഇതിൽ വലിയൊരു ടാസ്ക് എന്താണെന്നറിയോ, വാസ്തു ടെക്നീഷ്യനെ തിരഞ്ഞെടുക്കുന്നതാണ് അവർക്ക്. ഇവരിവിടെ വസ്ത്രങ്ങളിലും ആഡംബരങ്ങളിലും അല്ലെങ്കിൽ കുറച്ചുകൂടെ സീനിയോറിറ്റി, പഴമ അല്ലെങ്കിൽ മറ്റൊരു റെക്കമെൻഡേഷനിലേക്കാണ് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്. ഈ നിങ്ങളുടെ വാസ്തുവിന് ഒരുപാട് ഉയർച്ച തരാൻ പറ്റുന്നുണ്ട്. ആ ഉയർച്ച നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ടെക്നീഷ്യനിലൂടെയാണ്. നിങ്ങളൊരു തെറ്റായ ടെക്നീഷ്യനെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റായിട്ടുള്ള ഗൈഡിങ് അവിടെ നടക്കുന്നുള്ളൂ. പുള്ളി പറയുന്നതൊക്കെല്ലാം വിധി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് നിസ്സാരമായി പറഞ്ഞു പോകുന്നു. വാസ്തു തരുന്നത് പ്രാർത്ഥനയോ ദൈവമോ ഒന്നും ഗ്യാരണ്ടി ഏൽക്കേണ്ട ആവശ്യമില്ല. ആ ടെക്നീഷ്യൻ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു വർക്ക് ചെയ്യുന്നതായിട്ട് ഗ്യാരണ്ടി ഏറ്റെടുക്കുന്നത് ഞാനാണ്. കാരണം ഫീസ് മേടിക്കുന്നത് ഞാനാണ്. ആ ഗ്യാരണ്ടി ഞാനാണ് ഏറ്റെടുക്കേണ്ടത്, അല്ലേ? അല്ലാതെ ഫീസ് ഞാൻ മേടിച്ച് ഉത്തരവാദിത്വം ദൈവത്തിന് വിടേണ്ട ആവശ്യമുണ്ടോ? അതേപോലെ
ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ചെറു ബിസിനസ്സുകളായിരുന്നാലും വലിയ ബിസിനസിന്റെ ഫാക്ടറീസ് ജനറേറ്റർ കൊണ്ട് തെറ്റായിട്ടുള്ള ഭാഗത്ത് കൊണ്ടുവയ്ക്കുന്നു. വലിയ ഫാക്ടറികളില്ല, വലിയ ഒരു പരിധിക്ക് മേളിലുള്ള കമ്പനികളിലെ ജനറേറ്റർ ഉപയോഗിക്കുന്നു. തെറ്റായിട്ടുള്ള ഭാഗത്ത് ജനറേറ്റർ വെച്ച് എത്രയോ കമ്പനീസ്, എത്രയോ ഓഫീസ് റിവേഴ്സ് ആയിട്ടുണ്ടെന്നറിയോ? കുഴി, വാട്ടർ ടാങ്ക്, അത് കിണർ, വാട്ടർ ടാങ്ക് വഴി അല്ലെങ്കിൽ കാർ പാർക്കിന് അനുയോജ്യമായിട്ട് ചില മുക്ക് മൂലകൾ വെട്ടുന്നു, അതിനകത്ത് കാർ കയറ്റുന്നു. അത് വീട്ടിനുള്ളിൽ അങ്ങനെയാണ് കേട്ടോ. കാർ പാർക്കിങ്ങിന് വേണ്ടി ചില മുക്ക് മൂലകൾ വെട്ടുന്നു. ഒരിക്കലും പാടില്ല. കണ്ടംപററി സ്റ്റൈൽ വന്നതിന് ശേഷം ഇതിന്റെ അധപ്പതനം കൂടുതലാണ്. കാരണം അവർ കൺസ്ട്രക്ഷൻ സ്ക്വയർ ഫീറ്റ് മേടിക്കുന്നില്ലേ, ആ സ്ക്വയർ ഫീറ്റ് കറക്റ്റായിട്ട് മേടിച്ചിട്ട് അതിനകത്ത് മുക്ക് മൂലകൾ വെട്ടിക്കുറയ്ക്കുന്നു. പക്ഷെ സ്ക്വയർ ഫീറ്റിന്റെ കാശ് മേടിക്കുന്നു, വർക്ക് കുറവാണ്. ഇതെല്ലാം കണ്ടംപററിക്കകത്തുള്ള ചതികളാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതിനുശേഷം വാസ്തു ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നു. ഇവരിപ്പം കേരളീയ വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞ പുതിയൊരു സാധനം എന്തോ പൊക്കി കൊണ്ടുവരുന്നുണ്ട്. ഭയങ്കര കോമഡിയാ. കേരളത്തിനായിട്ടുള്ള ഒരു വാസ്തുശാസ്ത്രമൊന്നും ഇല്ല. ഈ ലോകം മുഴുവനും വാസ്തു ഒന്ന് തന്നെയാണ്. ഇന്ത്യയിൽ എന്തുകൊണ്ട് നമ്മൾ വാസ്തു തീർച്ചയായിട്ടും നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഹിമാലയങ്ങളാൽ ഉയർന്നു നിൽക്കുന്നു, നമ്മുടെ കന്നി സമുദ്രത്തിൽ താഴ്ന്ന് കുഴി. അപ്പോൾ വാസ്തു അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇന്ത്യ നിൽക്കുന്നത്. എന്നാൽ ഇന്ത്യക്കുള്ളിലുള്ള കേരളവും തമിഴ്നാടാണെങ്കിലോ വെസ്റ്റേൺ ഗാർഡ്സ്, ഈ വെസ്റ്റേൺ ഗാർഡ്സിന്റെ വലത് സൈഡാണ് തമിഴ്നാട്. സോ അവരുടെ കന്യഭാഗത്ത് വെസ്റ്റേൺ ഗാർഡ്സ് വരുന്നു, അവരുടെ നോർത്ത് ഈസ്റ്റ് കടലായി വരുന്നു. സോ അവർക്ക് എക്കണോമിക്കലി നല്ല ഗ്രോത്തുമാണ് ഇവിടെ. അതേസമയത്ത് നമുക്ക് വെസ്റ്റേൺ ഗാർഡ്സ് നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ പോയി മലകളായും സൗത്ത് തിരിച്ച് കടലായി വരുന്നു. നമുക്ക് ദുബായ് എന്നുള്ള ഒരു സംവിധാനം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ കാര്യം നമ്മളത് ആലോചിച്ച് നോക്കും, ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ വാസ്തു ഇന്ത്യയിൽ തീർച്ചയായിട്ടും പാലിക്കപ്പെടണം. പക്ഷേ ഇതേ സമയത്ത് യു എയിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ നോർത്ത് ഈസ്റ്റ് കടലും പിന്നീട് ലാൻഡുമാണ്. ഇങ്ങനെ ഓരോ പിന്നെ അതുപോലെ തന്നെ വാസ്തു എന്നുള്ള സൂര്യന്റെ ഒരു കാരകുത്വം കൂടെ ഉള്ളത് കൊണ്ട് ഇപ്പം നമ്മൾ ലാറ്റിറ്റ്യൂഡ് അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഭൂമിത്തിരേഖയ്ക്ക് മേളിലും കൂടിയാണ് ഇന്ത്യ. അപ്പൊ നമുക്ക് കിട്ടുന്ന സൂര്യന്റെ അപ്രോച്ച് അല്ല സ്വിറ്റ്സർലാൻഡിൽ കിട്ടുന്നത്, ന്യൂസിലാൻഡിൽ കിട്ടുന്നത്, ദുബൈയിൽ കിട്ടുന്നതായിരുന്നാലും ഓസ്ട്രേലിയയിൽ കിട്ടുന്നതായിരുന്നാലും ശരി, അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റ് രാജ്യങ്ങളിലൊക്കെ കിട്ടുന്ന നമുക്ക് ഓരോ ഭാഗത്തും സൂര്യന്റെ അപ്രോച്ച് വ്യത്യസ്തമായിരിക്കുന്നു. അത് വെച്ചാണ് അവിടെ വാസ്തുവിന്റെ കൂടുതൽ പരിഗണനകൾ നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഒരു സ്ഥാപനം നിലനിൽക്കുന്നത് നോക്കി, ആ വ്യക്തിയെ നോക്കി എന്ത് ബിസിനസ് ചെയ്താൽ നന്നാവും എന്ന് വാസ്തു നോക്കി നമുക്ക് കണ്ടെത്താൻ പറ്റും? ഇല്ല, അതൊരു ഇല്ല. അത് അവരുടെ വ്യക്തിത്വങ്ങളിൽ നിന്ന് ഉണർന്നു വരേണ്ടതാണ്. പക്ഷെ അത് അവരുടെ ജ്യോതിഷ സംബന്ധമായ രീതികളിലും ന്യൂമറോളജിയിലും ഒരു പരിധി വരെ നമുക്ക്, ഞാൻ ന്യൂമറോളജി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെന്നും കൂടെ അറിയാം. അപ്പൊ അത് വാസ്തുവിലല്ല, ന്യൂമറോളജിയിലൂടെ അവർക്ക് എന്ത് ബിസിനസ്, അവർക്ക് എല്ലാ ബിസിനസ് എല്ലാവർക്കും യോജിച്ചതാട്ടോ. പക്ഷേ ചിലർ എതിർനീച്ചിൽ ചെയ്യണം, ചിലർക്ക് അട്ടുമിരിട്ട് അവർക്ക് സെറ്റ് ആവും ചില ബിസിനസ്. അതിനെ കണ്ടുപിടിച്ച് കൊടുക്കാൻ ന്യൂമറോളജി വഴി കഴിയും. ഇപ്പൊ ഒരു ഭൂമി നോക്കി നമുക്ക് പറയാൻ പറ്റുമോ ഇന്ന സ്ഥലത്ത് ഇന്ന ബിസിനസ് ചെയ്താൽ നന്നായിരിക്കും? ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഈ ഭൂമിയിൽ നമുക്കുമ്പോ മറ്റു ചില ബിസിനസ്സുകൾ നടന്ന ഭൂമിയിലാണ് നമ്മളിരിക്കുന്നത്. ഇപ്പോ നമ്മുടെ വയനാട് അപ്രതീക്ഷിതമായി ഒരു മഴവെള്ളപ്പാച്ചിലിൽ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന സംവിധാനങ്ങളൊക്കെ വിട്ടുപോയി. അവിടെ ഇനി അടുത്ത് വരാൻ പോകുന്ന മറ്റെന്തെങ്കിലും സംവിധാനമായിരിക്കാം. സോ അങ്ങനെ നിർവചിക്കാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ ഒരുപാട് യുദ്ധം നടന്നിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുള്ള ഭൂമിയാണ് ഇതൊക്കെ അല്ലേ പണ്ടൊക്കെ. ചിലപ്പോൾ നദി ഉണ്ടായിരുന്നു കാണും. അങ്ങനെയൊക്കെയുള്ള ഭൂപ്രകൃതിയുടെ മാറ്റങ്ങൾ അനുസരിച്ച് പല രീതിയിൽ വരും. നമ്മൾ ഇവിടെ ഇന്ന രീതിയിൽ ബിസിനസ് അങ്ങനെ വാസ്തുവില്ല കേട്ടോ, വാസ്തുവില്ല. പിന്നെ നമ്മുടെ ഒരു ഈ വാസ്തു നോക്കി നമ്മുടെ ഒരു ബിസിനസ് പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കാൻ പറ്റുമോ? നമ്മളൊരു പങ്കാളി ആയിക്കോട്ടെ, ഒരു സ്ഥാപനത്തിൽ ഒരു വർക്ക് ചെയ്യുന്ന കുറച്ച് കോ വർക്കേഴ്സ് ഉണ്ടാവുമല്ലോ, മനസ്സിലായി. പക്ഷെ ഇതൊന്നും ആദ്യം തന്ന ഉത്തരം തന്നെയാണ് തരേണ്ടത്. വാസ്തുവിന് ഇതിന് പരിഹാരമില്ല. നിങ്ങൾ അത് ന്യൂമറോളജിയിലൂടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഒരു ബിസിനസ്സിൽ 50 വർക്കേഴ്സ് വരുന്നുണ്ടെങ്കിൽ അതിനൊരു 5 സബോർഡിനേറ്റ്സ്, അയാളുടെ ഓണറിന് താഴെ 5 പേരുണ്ടാവുമല്ലോ, അവർക്ക് താഴെയാണല്ലോ ഇവരെല്ലാം വരേണ്ടത്. അപ്പൊ ഇങ്ങനെ രീതിയിൽ നമുക്ക് സീനിയോറിറ്റി അനുസരിച്ച് ഓരോരുത്തരുടെ ഡേറ്റ് ഓഫ് ബർത്തിനും പേരിന് അനുയോജ്യമായ പ്രൊഫൈൽ എടുത്ത് അവരെ ഇന്റർവ്യൂ ചെയ്ത് ബെറ്റർ ട്രെയിനിങ് കൊടുത്ത് നമുക്ക് കൊണ്ടുവരാനുള്ള സംവിധാനം ന്യൂമറോളജിയിലുണ്ട്. ഏത് തരം ബിസിനസ് പാർട്ട്നേഴ്സാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് ന്യൂമറോളജിയിലുണ്ട്. അത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ വാസ്തുവിൽ ഇത്തരം സംവിധാനങ്ങളില്ല. വാസ്തു എന്നുള്ളത് വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞില്ലേ, സൂര്യപ്രകാശം, ഈ സൂര്യപ്രകാശത്തിൽ തന്നെ കടന്നു വരുന്ന മറ്റും കിരണങ്ങൾ സാന്നിധ്യമുണ്ട്. ഇപ്പം ഗാമ റേസ്, എക്സ്റേ റേസ്, റേഡിയോ തരംഗങ്ങൾ, ഇൻഫ്രാറെഡ്, അൾട്രാ വയലറ്റ്, ഇത്തരം പല സംവിധാനങ്ങളുമാണ് സൂര്യപ്രകാശത്തിലൂടെ കടന്നു വരുന്നത്. അപ്പോൾ ഇത് രാവിലത്തെ ആ കോസ്മിക് എനർജി കൊണ്ടുവരുന്ന സമയം, അതാണ് നമ്മുടെ ബ്രഹ്മമുഹൂർത്തം. അപ്പം ഇൻഫ്രാറെഡ് ആണ് കൂടുതൽ വരുന്നത്. ഉച്ചയ്ക്ക് ശേഷം അൾട്രാ വയലറ്റ്. ഇൻഫ്രാറെഡ് നമുക്ക് കൂടുതൽ സൂര്യന്റെയും ജീവന്റെ ആധാരമായി മാറുന്നു. നമുക്ക് അൾട്രാ വയലറ്റ് നമുക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് തെക്ക് പടിഞ്ഞാറുകളിൽ നിങ്ങൾ പ്രവേശനങ്ങൾ കുറയ്ക്കുക, അല്ലെങ്കിൽ മതിൽ, അല്ലെങ്കിൽ ഇത് ജനലുകളൊക്കെ എല്ലാം കുറയ്ക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. രാവിലെ അതിസൂക്ഷ്മമായി നമ്മുടെ ആ അരുണോദയത്തിൽ നടക്കുന്ന ഒരു കോസ്മിക് എനർജി വീട്ടിൽ സ്വീകരിക്കണം.
അതിന് കൂടുതലും ഇൻഫ്രാറെഡ് കിരണങ്ങളുടെ സാധ്യത കൂടുതലാണ്. അപ്പം എങ്ങനെയാണ് എടുക്കേണ്ടത്? സൂര്യന് 2 പാതയുണ്ട്, ഉത്തരായണവും ദക്ഷിണായണവും. അപ്പൊ ഈ 2 പാതകളിലും വീടിന് ഉത്തരായണം നടക്കുമ്പം വീടിന് തിരിച്ചു വെക്കാൻ പറ്റില്ല. അപ്പൊ ഈ 2 പാതകളിലും അനുയോജ്യമായ ഇൻഫ്രാറെഡ്, അതല്ലെങ്കിൽ ആ ജീവന്റെ സൂര്യകിരണങ്ങൾ, ജീവന്റെ ആധാരം വീട്ടിനുള്ളിൽ കടന്നു വരണം. വീട്ടിൽ സെൽഫ് ആയിട്ട് ക്ലെൻസിനേഷൻ നടത്തണം എന്നുള്ളത് കൊണ്ടാണ് വാസ്തു ടെക്നീഷ്യന്റെ ആവശ്യം വരുന്നത്. കാരണം അദ്ദേഹത്തിന് അറിയാം എത്ര ഡിഗ്രിക്ക് മേലിലാണ് ഉച്ച നീച്ച ഭാഗങ്ങൾ എന്നുള്ളത്. അതിന് അനുയോജ്യമായ വാതിലുകളും പിന്നെ ഹൈറ്റ് ആൻഡ് വെയിറ്റ് ബേസ് ഉണ്ട് വാസ്തുവിൽ. ഇതെല്ലാം തത്തുല്യമായി അളന്ന് ആ വീട്ടിലുള്ളവർക്ക് 1-2 മാസത്തിനുള്ളിൽ തന്നെ സമൃദ്ധിയുടെ ആദ്യ പാതകൾ തിരഞ്ഞെടുത്ത് കൊടുക്കുന്നതായിരിക്കണം വാസ്തു. അതിന് ഗ്യാരണ്ടി കൊടുക്കുന്നതായിരിക്കണം വാസ്തു. അതായിരിക്കണം ടെക്നീഷ്യൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ സമയമായി. അപ്പം നിങ്ങളൊരു ബിസിനസ് സ്ഥാപനമോ കടയോ എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ കുറേ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കൊണ്ടുപോയത്. നിങ്ങൾക്കും ഇതുപോലെയുള്ള സംശയങ്ങളുണ്ടെങ്കിൽ സാറിനെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം. നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാത്ത പുതിയൊരു വിഷയമായിട്ടായിരിക്കും വരുന്നത്. അതുവരേക്കും നന്ദി.